ലോകമെമ്പാടുമുള്ള മിടുക്കരായ പ്രൊഫഷനുകളെ ആകർഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പുതിയ അധ്യായമാണ് തുറന്നിരിക്കുന്നത്. ഒരു വശത്ത് അമേരിക്ക പ്രതിഭകളെ തടയുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ചൈന അവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയിൽ H-1B വിസയുടെ ഫീസ് $1,00,000 കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രൊഫഷനുകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വലിയൊരു തിരിച്ചടിയാണ്. H-1B വിസ ലഭിക്കുന്നവരിൽ സിംഹഭാഗവും ഇന്ത്യൻ പ്രൊഫഷനുകളാണ് എന്നതാണ് ഈ തീരുമാനത്തിന്റെ പ്രത്യാഘാതം വലുതാക്കുന്നത്. ഈ ഫീസ് വർധനവ് കാരണം പല പ്രൊഫഷനുകളും അമേരിക്കയിൽ നിന്ന് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്ക പ്രതിഭകളെ അകറ്റുന്ന നയമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്നാൽ അമേരിക്ക ഈ പ്രതിഭകളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ അവസരം മുതലെടുക്കാനാണ് ചൈനയുടെ നീക്കം. വിദേശ പ്രൊഫഷനുകളെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി ചൈന അടുത്ത മാസം മുതൽ ഒരു പുതിയ K വിസ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. 2035ഓടെ ഒരു ആഗോള സാങ്കേതിക ശക്തിയായി മാറാനുള്ള ചൈനയുടെ ദീർഘകാല പദ്ധതിയുടെ ഒരു നിർണായക ഭാഗം കൂടിയാണിത്. വിദേശത്തു നിന്നുള്ള പ്രതിഭകളെ ചൈനയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഈ പുതിയ K വിസയ്ക്ക് ചില പ്രധാന സവിശേഷതകളുണ്ട്. സാധാരണ വിസകൾക്ക് ചൈനീസ് കമ്പനികളുടെയോ തൊഴിലുടമകളുടെയോ ക്ഷണം ആവശ്യമാണെങ്കിൽ K വിസയ്ക്ക് അങ്ങനെ ഒരു ക്ഷണത്തിന്റെ ആവശ്യമില്ല. ഇത് അപേക്ഷാ നടപടികൾ വളരെയധികം ലളിതമാക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ യുവ പ്രൊഫഷനുകൾക്ക് വേണ്ടിയാണ് ഈ വിസ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള വിസകളെ അപേക്ഷിച്ച് K വിസ ഉടമകൾക്ക് കൂടുതൽ തവണ ചൈനയിലേക്ക് പ്രവേശിക്കാനും അവിടെ കൂടുതൽ കാലം താമസിക്കാനും വിസയ്ക്ക് കൂടുതൽ സാധുത നേടാനും സാധിക്കും. മാത്രമല്ല, K വിസ ഉള്ളവർക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സംരംഭകത്വത്തിലും ബിസിനസ്സിലും പങ്കെടുക്കാൻ അനുവാദമുണ്ട്. ടാലന്റ് യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം, ഔട്ട്സ്റ്റാൻഡിംഗ് യങ് സയന്റിസ്റ്റ് ഫണ്ട് പ്രോജക്ട് പോലുള്ള സംരംഭങ്ങളിലൂടെ വിദേശ ഗവേഷകരെ ആകർഷിക്കാൻ ചൈന വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ, അമേരിക്ക തങ്ങളുടെ വാതിലുകൾ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ചൈന ലോകത്തിലെ മികച്ച പ്രതിഭകൾക്കായി ചുവപ്പ് പരവതാനി വിരിക്കുകയാണ്. ഈ നീക്കങ്ങൾ ആഗോള സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.